അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കട്ടെ. നല്ല മത്തി കൊണ്ട്, നാടൻ മത്തി കൊണ്ട്, ഒരു 4 മത്തിയുള്ള എൻ്റെ കയ്യിൽ. ആ മത്തി കൊണ്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഒരു 4 മത്തി ഞാനവിടെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള കറിയാണ് കേട്ടോ. പക്ഷേ ഈ കറി ഉണ്ടല്ലോ, ചോറിലായാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്താണ് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ എന്നാണോ ഡയറ്റ് വിചാരിച്ച് ചോറൊന്നും അധികം കഴിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്ന ദിവസങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കിതുപോലെ അടിപൊളി നല്ല കറി ഉണ്ടാവും. വീണ്ടും എന്നെ കൊണ്ട് ചോറ് കഴിപ്പിക്കും. അതുപോലത്തെ ഒരു കറിയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളുത്ത ഉള്ളിയും അതുപോലെ എന്താണ് ഒരല്പം ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അധികമായിട്ട് കുറച്ച് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാൻ 4 മത്തി കൊണ്ടുള്ള കറിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളിയൊക്കെ എത്രത്തോളം ഇടണോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മണം എന്താണ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ വാസന കേട്ടാൽ തന്നെ നമുക്ക് ചോറ് നമ്മൾ നിൽക്കാതെ കഴിക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. വെറുതെ പറയണതല്ല, ഇത് കഴിച്ചു നോക്കുക തന്നെ വേണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. വേഗം നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. മൂപ്പാവൊന്നും വേണ്ട, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളർ ആവോളം കാത്തിരിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിലേറെ കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നിറം മാറി തുടങ്ങട്ടെ, എണ്ണയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഞാനിപ്പുറത്ത് മോനെ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണില്ല ചട്ടിൻ്റെ ഒരു ഭാഗത്ത് ഉള്ളി ഒട്ടി പിടിച്ചിരിക്കുന്നതൊന്നും. അപ്പോൾ അതിങ്ങനെ തപ്പി നോക്കുകയാണ് വീഡിയോയിൽ കാണുമ്പോൾ. അതിന് ശേഷം ഞാനൊരു ചെറിയ തക്കാളി ഇതുണ്ട്, ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ തക്കാളി നിന്ന് 2-3 ഒക്കെ മതിയാവും. അത്രയ്ക്ക് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 5 തക്കാളി എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ ഇതൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ തക്കാളിയും കൂടെ ഇതിലേക്കും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ചേർത്തപ്പോൾ ഒന്നും കൂടെ എണ്ണ തെളിഞ്ഞ് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിയൊക്കെ നമുക്ക് നമ്മളെ കറിക്ക് എത്രത്തോളം പുളിക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം. ഞാൻ നെല്ലിക്ക വലിപ്പത്തിലേറെ കുറച്ച് ചെറുതായിട്ടാണ് എടുത്തത്, കാരണം കുറച്ച് കറിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മത്തി ചേർത്തെടുക്കാം. വെറും 4 മത്തിയുള്ളൂ. നല്ല അടിപൊളി നാടൻ മത്തിയാണ് കേട്ടോ. ഞാൻ വെറും 4 മത്തി വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് കറി മീനിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ കറി തന്നെ മതി, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കണത് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ചിലവരുണ്ടാവില്ലേ പഴയ ചോറിൻ്റെ കൂടെയൊക്കെ പഴയ ചോറിൽ തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണ, അതിനൊക്കെ പറ്റിയ അടിപൊളി കറിയാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കറിൻ്റെ ഒരു സ്മെല്ല് വരാനുള്ള കാരണം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തീയും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മൾ മീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. മീനൊന്നും ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മത്തിയല്ലേ, വേഗം 1-2 തിള തിളക്കുമ്പോൾ തന്നെ വേവായിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതിയാവും. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് രുചിയാണ് ഈ കറി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി തലേന്ന് ഉണ്ടാക്കി വെക്കുക, പിറ്റേന്ന് കഴിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ്. നല്ല സ്മെല്ലാണ്. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.